ഹായ്, വാട്ട് വി പ്രാക്ടീസ് ഡെയിലി വി ബിക്കം. ഡെയിലി നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ലൈഫിൻ്റെ ഫ്യൂച്ചറിന് അത് ഭയങ്കര ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് ചേഞ്ച് കാണാൻ പറ്റിയെന്നില്ല, പക്ഷേ ഓരോ ദിവസവും നമുക്ക് ചെറിയ ഗ്രോത്ത് നമുക്ക് ഫീൽ ചെയ്യും. ഡെയിലി പ്രാക്ടീസ് ഭയങ്കര ടഫായിരിക്കും, പക്ഷേ ഈ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഗ്രോത്ത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമ്മളിടുന്ന ഓരോ എഫേർട്ടിൻ്റെ ഫൈനൽ റിസൾട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. സോ ബി പേഷ്യൻറ്റ്, കീപ് പ്രാക്ടീസിങ്. ബൈ. ഹായ്, വൈ ഓൾവേസ് മീ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളൊക്കെ ചോദിക്കുന്നൊരു ചോദ്യം. പ്രശ്നങ്ങൾ വരുമ്പോഴും നഷ്ടങ്ങൾ സംഭവിക്കുമ്പോഴും ഒറ്റപ്പെടുമ്പോഴും നമ്മൾ ചോദിക്കും, വൈ ഓൾവേസ് മീ? പക്ഷേ സന്തോഷം വരുമ്പോൾ നമ്മൾ ഒരിക്കലും ചോദിക്കാറില്ല വൈ ഓൾവേസ് മീ എന്ന്. സൈക്കോളജിയിലൊരു ടേംസ് ഉണ്ട്, റാഡിക്കൽ അക്സെപ്റ്റൻസ്. ജീവിതം എപ്പോൾ എങ്ങനെയാണ് പോകുന്നത് അത് അതുപോലെ അംഗീകരിക്കാൻ പഠിക്കുന്നത്. അതൊരിക്കലും ഒരു തോൽവിയല്ല, കാരണം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടണമെന്നില്ല. നമ്മുടെ ലൈഫ് ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നത് അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മൂവ് ഓൺ ചെയ്യാൻ പഠിക്കുക. മേ ബി ലൈഫ് ഇസ് ഇൻ ആസ്കിങ് വൈ യു, മേ ബി ഇറ്റ്സ് ടീച്ചിങ് ഹൗ യു വിൽ ഗ്രോ ത്രൂ ദിസ്. ഹായ്, നെവർ മേക്ക് someone a priority when all you are to them is an option. തിരക്കുകൾ നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ ആ ലാക്ക് ഓഫ് പ്രയോറിറ്റി കണ്ടില്ലെന്ന് നടിക്കരുത്. നമ്മളെ ജെന്യുവനായി വാല്യൂ ചെയ്യുന്ന ഒരാളുടെ മുന്നിൽ നമുക്ക് ഒരിക്കലും ഫോഴ്സ് ചെയ്യേണ്ടി വരില്ല. സ്നേഹമായാലും കെയർ ആയാലും അതെപ്പോഴും മ്യൂച്വലായിരിക്കണം. ഇല്ലാത്ത വാല്യൂ ഉണ്ടാക്കാൻ നോക്കി നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് കളയുന്നാട്ടി നല്ലത് നൈസായിട്ട് അങ്ങോട്ട് മാറി നിൽക്കുന്നത്. ഒരിക്കൽ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് പോയി കഴിഞ്ഞാൽ എവറിത്തിങ് എൽസ് ഈസ് ജസ്റ്റ് എ കമ്പാരിസൺ.